എനിക്കറിയാം. എന്റെ പേരിലും ഒബിയസ്ലി ട്രൂത്ത് ഗ്ലോബലിന്റെ പേരിലും ഈ ഒരു പ്രസ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യാണ്. യുഎയിലെ പ്രമുഖരായ മാധ്യമ പ്രവർത്തകരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കൂടാതെ കുറച്ച് ഇൻഫ്ലുവൻസസും ഇവിടെ എത്തിയിട്ടുണ്ട്. മമ്മൂക്ക സംസാരിക്കുന്ന കേൾക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാ ആൾക്കാരും കാത്തിരിക്കുന്നത്. മമ്മൂക്ക, ഒരുപാട് സന്തോഷം കാണാൻ കഴിയുന്നതിൽ. നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെടുത്ത് എന്താണ് പറയുന്നത്? നമസ്കാരം. ഉപചാരങ്ങളെല്ലാം കഴിഞ്ഞ് സംസാരിച്ചത് ടർബോ സിനിമയുടെ പ്രൊമോഷണൽ ആയിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളതാണ്. കുറേ ദിവസമായിട്ട് ഞങ്ങൾ ഇങ്ങനെ അലഞ്ഞിരിക്കുകയാണ്. അതിലേക്ക് ഓരോ സ്ഥലത്ത് പോയി കണ്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതുതായിട്ടാണ് ഇത് അവസാനിക്കുന്നത്. അതുപോലെ ഞങ്ങളിവിടെ ഇതിൻ്റെ ടീച്ചറിന് ലോഞ്ചിന് വന്നിരുന്നു. അന്ന് ഇതൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ആ ഒരു ചവകം തീരട്ടെ എന്ന് കരുതിയാണ് ലാസ്റ്റ് മൊമെൻ്റ് ആണെങ്കിലും അതുപോലെ പ്രസിഡന്റ് കാണുന്നത്. സിനിമ ഒരു വലിയ സംരംഭമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഏകദേശം 110 ദിവസത്തോളം നമ്മൾ ഷൂട്ട് ചെയ്തു. 85-90ഓളം നടീനടന്മാരുണ്ട്. അതിനനുസരിച്ചുള്ള മറ്റ് സാങ്കേതിക വിദഗ്ധരും എഴുത്തുകാരും അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരുപാട് കാലത്തെ പരിശ്രമമാണ്. സിനിമ ഏകദേശം 7 മാസമായി നമ്മുടെ സിനിമ ആരംഭിച്ചിട്ട്. സിനിമ ഇപ്പോഴാണ് റിലീസാവാൻ വരുന്നത്. ഞങ്ങൾ മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ സിനിമയാണ്. ഞങ്ങൾ ഇതുവരെ എടുത്തതിൽ ഏറ്റവും ചെലവേറിയ സിനിമയാണ്. അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയും ലേശം ടെൻഷനൊക്കെ ഉള്ള സിനിമയാണ്. അതുകൊണ്ടല്ല സിനിമ, ഏതൊരു സിനിമയും നമ്മൾ സിനിമ റിലീസായ മുൻപ് നിർമ്മാതാവായ ആക്ടർ എന്ന നിലയിലും ശരി ലേശം സംഭ്രമം ഉണ്ടാവും. നമുക്കില്ല, എനിക്ക് തോന്നുന്നില്ലെന്ന് പറയില്ല, എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇത് നമ്മൾ പ്രേക്ഷകന്റെ മുമ്പിലേക്കൊരു സിനിമ ഇറക്കുമ്പോൾ അത് എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതിനെ പറ്റി വലിയ ആകാംക്ഷ ഉണ്ടാകും. അത് പലപ്പോഴും പോസിറ്റീവ് ആകണമെന്ന് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയുള്ള ഒരു നെഞ്ചിരിപ്പ് ഒരു നിലനിലും ഉണ്ടാകും. അത് ഇല്ലെന്ന് പറയുന്നത് സത്യമാവില്ല. ഏതായാലും ഇതുവരെയും ഒരു വലിയ റിലീസാണ് ഇന്ന് നമ്മുടെ ട്രൂത്ത് ഗ്ലോബൽ ചെയ്യുന്നത്. 23-ാം തീയതിയാണ് റിലീസ്. നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. ഈ സിനിമയുടെ ഒരു പ്രൊമോഷനാണെന്ന് വിചാരിച്ച് സിനിമയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. അധികം തരം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഏതായാലും സന്തോഷം. മിഥുൻ, തീർച്ചയായിട്ടും 2 വാക്ക് കേൾക്കാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. ഓസ്ലറിന് ശേഷം ഈ ഒരു സിനിമയുമായിട്ട് വരികയാണ്. ഒപ്പം മമ്മൂക്കയുടെ ഒരു ഫുൾ ഓൺ മൂവിയാണ് ഇതെന്ന് പറയാം. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് രണ്ടുപേരും കൂടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു കഥാപാത്രത്തിനെ എഴുതുന്ന സമയത്ത്? എക്സൈറ്റഡ് ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് പറഞ്ഞ പോലെ പേടിച്ച് കുറച്ച് സംരംഭത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്തതിലെ മമ്മൂട്ടി കമ്പനിയുടെ മാത്രമല്ല, ഞാൻ വർക്ക് ചെയ്തതിൽ ഏറ്റവും വലിയ സിനിമയാണ്. വലിയ സമത് ഒരു വലിയ റിലീസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല റെസ്പോൺസാണ്. ട്രെയിലറിന് നല്ല റെസ്പോൺസാണ്. അപ്പം ഒരു വലിയ റിലീസിലേക്ക് ഞങ്ങളുടെ സിനിമ എത്തുമ്പം അതിൻ്റെ ഒരു ആകാംക്ഷ, സംരംഭം എല്ലാം ഉണ്ട്. പിന്നെ വൈശാഖേട്ടൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം നല്ല ടെക്നീഷ്യന്മാരും നമുക്ക് പറഞ്ഞ പോലെ 10 ആർട്ടിസ്റ്റുകളും 110 ദിവസത്തോളം ജോലി ചെയ്ത് പുറത്തിറക്കുന്ന ഒരു സിനിമ ഒരു എന്റർടൈനർ എടുക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ട്രെയിലർ നിങ്ങൾ കണ്ടതാണ്. പടത്തിന്റെ സ്വഭാവം എന്താണെന്നും റോണർ എന്താണെന്നും ഒക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. 23-ാം തീയതി സിനിമ എത്തുമ്പോൾ എല്ലാവരും കാണണം. നിങ്ങളുടെ പ്രതികരണം പോസിറ്റീവായിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കണം. Thank you so much, Mithun. And we have Mr. Rashmi Shetty. How was your experience working with Mammootka? Yeah, it was a great experience. Namaskaram. So, my character name is Vettavir Shanmugasundaram. And he's a very confident man, and he has some goals. And to achieve that, I think he'll be walking any route. And to play such a big role in front of such a big legend was a little scary and, of course, intimidating. പക്ഷേ ഒരു നല്ല ഒരു അക്കമ്പനി ചെയ്യുന്ന ഒരു ആക്ടറാണ്. He always teaches you to, like, if you are a little uncomfortable, he senses it and he makes you comfortable. The first day was a little scary because it was a very big monologue, and in this cinema I speak Tamil. Okay. I think Tamil അറിയില്ല. മലയാളം കുറച്ചും കൂടി അറിയും. And in the last moment, actually, I by-hearted the dialogue and came to the set because I'm acting in front of him. I was already a little scared, and then suddenly director asked me to speak in Malayalam. Okay.
And that was almost like, one-page monologue, and sir was doing nothing in the scene, staring at me because that was his scene. Now you need to speak Malayalam in front of the legend. And I knew that, like, am I speaking all right? Like, is it fine and everything? And then fortunately he could sense that, like, I'm a little uncomfortable and little conscious. Then he actually, casually, this can be told like this can be told like this. And he guided me. And then I could sense that, he's not that cheap. Now I can actually do better. So that is how, like, it was a very good experience. And the whole technician list, they were very passionate. And even though I'm a director, it was a film school for me because the way they are operating, the way he had written, I was learning and observing everything because it's a big canvas. I have never worked in this big canvas. So it was a great experience. താങ്ക് യു സോ മച്ച്. ആൻഡ് വി ഹാവ് അഞ്ജന ജയപ്രകാശ്. ഒരു ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ട് ഹംസധ്വനിക്ക്. അതിനുശേഷം വീണ്ടും നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു സിനിമയിലൂടെ. എന്താണ് അഞ്ജന ഈ ഒരു സിനിമയിൽ ചെയ്യുന്നത്? നമസ്കാരം. ഇതിലെന്റെ ക്യാരക്ടറിന്റെ പേര് ഇന്ദുലേഖ എന്നാണ്. മലയാളത്തിൽ എന്റെ രണ്ടാമത്തെ പടത്തിൽ തന്നെ ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ, മമ്മൂക്കയുടെ കൂടെ, മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ, മിഥുൻ ചേട്ടൻ എഴുതിയ പടത്തിൽ, വൈശാഖ് സർ സംവിധാനം ചെയ്ത പടത്തിൽ അഭിനയിക്കാൻ ഇറ്റ് ഇസ് മൈ ബ്ലെസ്സിങ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾക്കൊരു വെരി സ്ട്രോങ് കാസ്റ്റ് ആൻഡ് ക്രൂ. ട്രെയിലറിന് കിട്ടിയ നല്ല റെസ്പോൺസ്. ഞങ്ങളെല്ലാം എക്സൈറ്റഡ് ആണ്, ഞങ്ങളെല്ലാം നെർവസും ആണ്. അപ്പോൾ 23rd വെയിറ്റ് ചെയ്യുന്നു. ഹോപ്പ്ഫുള്ളി ഇറ്റ് ബി എ ഗ്രേറ്റ് ഫിലിം. താങ്ക് യു. സമദ് ഭായി ഉണ്ട്. സമദ് ഭായി, ഇപ്രാവശ്യം ഈ ഒരു സിനിമ ഒരു ഗംഭീര റിലീസാണ് നിങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കൊടൊപ്പമുള്ള 10ാമത്തെ ചിത്രം പോസ്റ്ററും കൂടി ചേർന്ന് നോക്കുകയാണെങ്കിൽ 11 എന്ന് പറയാനായിട്ട് പറ്റും. എങ്ങനെയുണ്ട് ഇപ്രാവശ്യം? എന്തൊക്കെയാണ് നിങ്ങൾ മെയ് 23 ഒരുക്കിയിരിക്കുന്നത്? സവായിക്കും നമസ്കാരം. ലോകമെമ്പാടുള്ള മലയാളികൾ, ഇന്ത്യക്കാര്, പല രാജ്യക്കാര്, എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല രാജ്യക്കാരും ഇക്കയ്ക്ക് കൊടുത്തിട്ടുള്ള, മമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള അംഗീകാരവും സ്നേഹവും, അതിൻ്റെ ഒരു നല്ലൊരു അംശം ട്രൂത്തിനും കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇക്കയ്ക്ക് കൊടുത്തിട്ടുള്ള ആ അംഗീകാരവും സ്നേഹവും ഇത്രയും നാൾ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഈ ഞങ്ങളുടെ വലിയൊരു സിനിമയ്ക്കും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയിട്ട് നിങ്ങളോട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. അപ്പോൾ ടർബോയുടെ പ്രസ് മീറ്റ് ആണ് ഇതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സിനിമയുമായി ബന്ധമുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കാന്നുള്ള കാര്യം ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. Q&A സെഷൻ ഈസ് ഓപ്പൺ.